വളരെ മനോഹരമായ സെഷനിലാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരുപാട് വിഷയങ്ങൾ കേൾക്കുന്നു. ഈ സിയോജൻ്റെ ഈ പ്രോഗ്രാം ഒരു സ്പെസിഫിക്കായ വിഷയം ഫോക്കസ് ചെയ്തുകൊണ്ടായതുകൊണ്ട് തന്നെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മിൽ ഉണ്ടായേക്കാവുന്ന ചില ട്രാജഡികളും അതിനുള്ളൊരു റെമഡിയും സൊല്യൂഷനൊക്കെയാണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മളിൽ അധികം ആളുകളും തെറ്റുകളിൽ വീണു പോകുന്നവരാണ്, അല്ലെങ്കിൽ എല്ലാവരും തന്നെ പറയാം. കാരണം നമ്മൾ ആദം നബിയുടെ ആ പരമ്പരയാണ്. നമ്മളെല്ലാവരും തെറ്റ് ചെയ്യുന്ന വിശുദ്ധ ഖുർആനും ഹദീസൊക്കെ നമ്മളെ പഠിപ്പിച്ചാണ്. ഈവൻ ചില ആളുകളൊക്കെയും ഞാനിങ്ങനെ വെറുതെ ഒരു ദിവസം ഇൻസ്റ്റയിൽ NGL ഇട്ടിരുന്നു. അപ്പോൾ അതിൽ വന്ന കുറേ ക്വസ്റ്റ്യൻസ്, എന്തുകൊണ്ട് പ്രണയം ഹറാമാവുന്നു, ഞങ്ങൾ അത്രയും സിൻസിയറാണ്, പടച്ചോ എനിക്ക് വേണ്ടി അയാൾക്ക് വേണ്ടി ഇനി ഉണ്ടാക്കിയാന്ന് ഞങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ട്, ഇതെന്താ ഇങ്ങനെ കുറേ ആൾക്കാർ, വേറെ കുറേ ആൾക്കാർ പിന്നെ ഇതിന്നൊക്കെ ഒഴിവാക്കിയ ആൾക്കാരുണ്ട്. ഈ അഫയറുകളൊക്കെ വേണ്ടാന്ന് വെച്ചു. പക്ഷെ പിന്നീട് ഭയങ്കര ഡിപ്രഷൻ്റെ സ്റ്റേജിലേക്ക് പോയ കുറേ ആളുകൾ. അപ്പോൾ എന്താണ് നമുക്ക് ശരിക്കും ഒരു സൊല്യൂഷൻ ഉള്ളത്? ഞാൻ ഈ പ്രോഗ്രാം കൊണ്ട്, ഈ സെഷൻ കൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു ഗിൽറ്റ് ഫീൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കാനൊന്നുമല്ല, മറിച്ച് ഒരു ഗ്രേസ് നമ്മിൽ ഉണ്ടാകണം, ഒരു റിട്ടേൺ നമ്മളിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ സ്ലൈഡിലേക്ക് പോകാം. നമ്മളൊരു കാര്യം തെറ്റാണ് എന്ന് അറിയാതിരിക്കുക എന്നുള്ളൊരു സേഫ്റ്റി ഒന്നുമല്ല. ഒരു കാര്യം തെറ്റാണ് എന്നത്, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര സിൻസിയർ ആണ് നമ്മൾ എന്നതുകൊണ്ട് ഒരിക്കലും ഒരു തെറ്റ് ഇസ്ലാമിൽ ഹലാലായിട്ട് മാറാൻ പോകുന്നില്ല. നിങ്ങൾ ഭയങ്കര സിൻസിയർ ആയിട്ട് ഇത് ബോഡിക്ക് നല്ലതാണെന്നൊക്കെ നിങ്ങൾ കള്ള് കുടിച്ചുകൊണ്ട് കള്ള് ഇസ്ലാമിൽ ഹലാലാൻ പോകുന്നില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഭയങ്കര സിൻസിയർ ആണ് എന്നൊരു അപ്രോച്ച് നിങ്ങളൊരു ഒരു പ്രണയത്തെ സ്വീകരിച്ചാൽ അത് ഇസ്ലാം ഒരിക്കലും അതിനെ അള്ളാഹു ഹലാലാക്കുന്ന ഒരു ഭാഗമല്ല. നമ്മളെ ഒരു സെക്യുലർ ലോകത്ത് ജീവിക്കുന്നു, ഇവിടെ നമ്മൾ റൂള് തെറ്റിക്കുക, റൂൾ ബ്രേക്ക് ചെയ്യാം, അതിനെ ശിക്ഷിക്കപ്പെടും, പണിഷ്യം. നമ്മൾ പറയണം എനിക്ക് റൂൾ അറിയില്ലായിരുന്നു നമ്മൾ പറഞ്ഞു, നമുക്കൊന്നും കാര്യമില്ല. അതുകൊണ്ട് ഇസ്ലാമിൽ തന്നെ ആസ് എ മുസ്ലിം നമ്മൾ ഇസ്ലാമിൻ്റെ റൂൾസും റെഗുലേഷൻസും കറക്റ്റ് അറിയണം. അത് ഫർളു ഐനാണ്, നമ്മുടെ എല്ലാവരുടെയും മേൽ നിർബന്ധമായ വിഷയമാണ്. ഇസ്ലാം നമ്മോട് എന്തു പറയുന്നു എന്നുള്ള വിഷയം കൃത്യമായിട്ട് അറിയുക എന്നുള്ളത്. വിശുദ്ധ ഖുർആൻ നരകത്തിന് വേണ്ടി സൃഷ്ടിച്ച ആളുകളുടെ ഒരു അവരുടെ പ്രത്യേകത പറയുന്നത് ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, അവർക്ക് ഹൃദയങ്ങളുണ്ട്, ആ ഹൃദയങ്ങളെ കൊണ്ട് അവർ ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ല. വലഹും അയ്യുൻ ലാ യുബ്സിറൂന ബിഹാ, അവർക്ക് കണ്ണുകളുണ്ട്, ആ കണ്ണുകൊണ്ട് കണ്ട് മനസ്സിലാക്കുന്നില്ല. അവർക്ക് കാതുകളുണ്ട്, ആ കാതുകൊണ്ട് കേട്ട് മനസ്സിലാക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, അറിയില്ല എന്നുള്ളതൊരു ന്യായമല്ല. എനിക്കത് അറിയില്ലായിരുന്നു, ഞാൻ അത്ര ഗൗരവമുള്ള വിഷയം ആലോചിച്ചില്ല. ഇത് പഠിക്കുക എന്നുള്ളത് നമ്മുടെ മേൽ നിർബന്ധമായ ബാധ്യതയാണ്. നമ്മുടെ മനസ്സിൽ കുറേ ഡിസൈറുകൾ ഉണ്ടാവും, പക്ഷെ ആ ഡിസൈറുകളൊന്നും നമ്മുടെ നമ്മുടെ ഡിസൈറുകളെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒന്നല്ല. നമ്മൾ അള്ളാഹുവിന്റെ അടിമകളാണ്, നമ്മുടെ ഡിസൈറുകൾ അടിമയല്ല എന്ന് ബോധ്യമുണ്ടാണ്. ഖുർആൻ ചോദിക്കുന്നത് അഫ്റായിത മൻ ഇത്തഖദ ഇലാഹു ഹവ, മനസ്സിന്റെ ആഗ്രഹങ്ങളെ ദൈവമാക്കിയവരെ നിങ്ങൾ കണ്ടുപോ എന്ന് ഖുർആൻ ചോദിക്കുന്നു. മറ്റൊരു ഭാഗത്ത് പറയുന്നത് വലാ തത്തബൈൽ ഹവ, നിങ്ങളുടെ മനസ്സിന്റെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ മനസ്സിന്റെ തോന്നലുകൾ, നിങ്ങൾക്ക് വരുന്ന ഇച്ഛകൾ, നിങ്ങളുടെ ഡിസൈറുകൾ, അതിനെ നിങ്ങൾ ഫോളോ ചെയ്യരുത്. അങ്ങനെ നിങ്ങൾ ഫോളോ ചെയ്താൽ ഫയുദില്ലിക സബീലില്ല, അത് നിങ്ങളെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് തെറ്റിച്ചു കളയുമെന്നാണ്. നമ്മൾക്കൊരു കാര്യം നല്ല ഫീൽ ഗുഡായി അനുഭവപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് അത് ശരിയാകണമെന്നില്ല. നമ്മൾക്ക് അതിനെക്കുറിച്ച് അറിയില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ സേഫാണ് എന്നല്ല അർത്ഥം. ഇവിടെ നമ്മുടെ മെജോറിറ്റി ആളുകളും ആ തെറ്റ് എല്ലാവരും ഫോളോ ചെയ്യുന്നുള്ളത് കൊണ്ട് അള്ളാഹു ആ തെറ്റിനെ അപ്രൂവൽ ചെയ്യാനോ ഹലാലാക്കാനോ പോകുന്നില്ല എന്ന ബോധ്യം ഉണ്ടാകണം. നമ്മൾ പതിയെയാണ് തിന്മകളിലേക്കൊക്കെയും കാൽവെച്ചു പോയത്. നമ്മൾ ആരും ഒരു വലിയ ഡിസിഷൻ എടുത്താണ് ഞാൻ തെറ്റ് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞു പോയ ആളുകളൊന്നുമല്ല. പക്ഷെ അറിയാതെ നമ്മിലേക്ക് വന്ന ചില മെസ്സേജുകൾ, അത് നമ്മൾ ആദ്യം കൊടുത്ത മറുപടികൾ, പിന്നെ നിരന്തരമായ ചാറ്റുകൾ, അതിലേക്ക് നമ്മൾ ഡീപ്പായിട്ട് നമ്മുടെ ഹൃദയം അതിലേക്ക് അറ്റാച്ച് ആവുന്നു. പിന്നെ നമ്മൾ അയാളില്ലാതെ ജീവിക്കാൻ പറ്റാതെയാകുന്നു. പിന്നെ ആ ബന്ധങ്ങൾ നമ്മൾ അത്രമേൽ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഭാഗത്തെയും അത് അഫക്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നു. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ആരും കരുതി കൂട്ടി തിന്മ ചെയ്ത ആളുകളല്ല. പക്ഷെ ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ വലിയൊരു ഡാർക്ക്നെസ്സിലേക്ക് കടന്നു പോകുന്നു. നമ്മൾക്ക് നമ്മുടെ ഹൃദയത്തിന്റെ ശുദ്ധിയും അതിന്റെ വെളിച്ചവും തെളിച്ചവും തേജസ്സും എല്ലാം നഷ്ടമാകുന്നു. നമ്മൾ അള്ളാഹുവിന്റെ സ്നേഹത്തിൽ നിന്ന് അകന്നു പോകുന്നു. നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു ഫുൾഫില്ല് കിട്ടാതാകുന്നു. നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സായുജ്യവും ഒരു ലാസ്റ്റിംഗ് ആയ നിമിഷത്തേക്ക് കിട്ടാതെ പോകുന്നു. ഇവിടെ എന്താണ് സൊല്യൂഷൻ? ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾക്കൊരു പ്രതീക്ഷയുടെ ഭാഗം ഇവിടെ ഉണ്ട്. എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ തിരിച്ചു വിളിക്കുന്നുണ്ട്.
നിങ്ങൾ എത്ര വലിയ പാപത്തിൽ മുങ്ങിക്കുളിച്ച ആളായിക്കോട്ടെ, അള്ളാഹു നമ്മുടെ മുമ്പിൽ തൗബയുടെ വിശാലമായ കവാടം തുറന്നു തരുന്നു. അതൊരു ബിഗിനിങ് ആണ്, ഒരു എൻഡ് അല്ല. ചില ആളുകൾ വിചാരിക്കുന്നത് തൗബ എന്ന് പറഞ്ഞാൽ ഒരു ശിക്ഷയാണ് എന്ന്. അല്ല, തൗബക്ക് വേദനയുണ്ടോ? ചിലപ്പോൾ വേദന ഉണ്ടാകും. നമ്മൾ ഒരു മുറിവിനെ ചികിത്സിക്കുന്ന പോലെ, ഹീലിംഗ് എന്ന് പറഞ്ഞാൽ പെയിൻഫുൾ ആണ്, അത് ആ മുറിവിന്റെ വലിപ്പം അനുസരിച്ചുണ്ടാവും. നമ്മൾ ഒരു മുറിവിൽ ഒരു മെഡിസിൻ പുരട്ടുമ്പോൾ ചിലപ്പോൾ നമ്മൾക്ക് നീറ്റൽ വരാം. പക്ഷെ ആ നീറ്റൽ ആ മുറിവ് ഉണങ്ങാൻ വേണ്ടിയാണ്. നമ്മൾ ചില തെറ്റുകൾ ഉപേക്ഷിക്കുമ്പോൾ, ചില ദുരന്തങ്ങൾ നമ്മൾ മാറി നിൽക്കുമ്പോൾ, ചില കാര്യങ്ങൾ വേണ്ട എന്ന് നോക്കുമ്പോൾ, ചില ഡിസൈറുകളോട് നോ എന്ന് പറയുമ്പോൾ, നമ്മൾ ഡിസിഷൻ വളരെ കൃത്യമായിട്ട് എടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ കുറച്ച് ഹാർഡായിട്ട് ഫീൽ ചെയ്യാം, ചിലപ്പോൾ പെയിൻഫുൾ ആയി ഫീൽ ചെയ്യാം. പക്ഷെ അത് നമ്മൾ ശരിയാവും, നമ്മൾ ഓക്കെ ആവും. നമ്മൾ വിചാരിക്കേണ്ടത് തൗബ എന്ന് പറഞ്ഞ ശിക്ഷയല്ല, മറിച്ച് അത് അള്ളാഹുവിലേക്ക് നമ്മൾ കടന്നു ചെല്ലാനുള്ള വിശാലമായ ഒരു അവസരമാണ്. അള്ളാഹുവിന്റെ സ്നേഹത്തിലേക്ക് തിരിച്ചു വരാനുള്ള അവസരമാണ് തൗബ. എന്തു മനോഹരമായ വാചകമാണത്. റുജൂ എന്ന് പറയും, മടക്കം എന്ന് പറയും, അള്ളാഹുവിലേക്കുള്ള തിരിച്ചുവരവ് എന്ന് പറയും. ഒരു ഉമ്മയുടെ അരികിലേക്ക് തൻ്റെ കുട്ടി കടന്നു വരുന്നത് പോലെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു യുദ്ധം കഴിയുന്നു, തൻ്റെ അടിമകളായും അല്ലെങ്കിൽ പിടിക്കപ്പെട്ട ഒരു വലിയ വിഭാഗം ശത്രുപടയുടെ ഇടയിൽ നിന്ന് ഒരു ഉമ്മ തൻ്റെ കുട്ടിയെ ഇങ്ങനെ തിരഞ്ഞു പോകുന്നു. കാണുന്ന കുട്ടികളെയൊക്കെയും ആ ഉമ്മ ചുടുചുംബനങ്ങൾ കൊണ്ട് ചേർത്തു പിടിക്കുന്നു. സ്വഹാബാക്കളും റസൂലുള്ളാഹിയും ഈ കാഴ്ച കാണുന്നു. ആ ഉമ്മക്ക് അറിയില്ല തൻ്റെ കുട്ടി ജീവനോടെ ഉണ്ടോ എന്ന് പോലും ആ ഉമ്മക്ക് അറിയില്ല. ഏതെങ്കിലും ഒരു സമയത്ത് ആ യുദ്ധത്തിൽ ആ കുട്ടി മരിച്ചു പോയിട്ടുണ്ടോ എന്ന് പോലും ആ ഉമ്മ ചിന്തിക്കുന്നുണ്ടാകാം. അതിനിടയിൽ ആ കുട്ടി തൻ്റെ ഉമ്മയെ തിരയുന്നു. ഈ രണ്ടുപേരും പരസ്പരം കണ്ണോട് കണ്ണ് കാണുന്നു, പരസ്പരം കണ്ടുമുട്ടുന്നു. ആ രണ്ടുപേരും പരസ്പരം ഓടിയെടുക്കുന്നു. രണ്ടുപേരും ചുടുചുംബനങ്ങൾ കൊണ്ട് വാരിപ്പുണരുന്നു. ഇത് കാണുന്ന സ്വഹാബാക്കളുടെ കണ്ണു നിറയുന്നു. പ്രവാചകൻ ചോദിക്കുന്നു, എന്താണ് നിങ്ങളുടെ കണ്ണു നിറയുന്നത്? എന്തിനാണ് നിങ്ങളുടെ കണ്ണ് ഇങ്ങനെ ഈർന്നണിഞ്ഞുകൊണ്ടിരിക്കുന്നത്? അവിടെ കൊടുക്കുന്ന മറുപടി, പ്രവാചകരെ, ആ ഉമ്മാക്ക് ആ കുട്ടിയോടുള്ള സ്നേഹം കണ്ടപ്പോ ഞങ്ങൾ ഒന്ന് കരഞ്ഞു പോയതാ. പ്രവാചകൻ തിരിച്ചു ചോദിക്കുന്ന ചോദ്യം, ആ ഉമ്മ എങ്ങാനും ആ കുട്ടിയെ ഒരു തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? സ്വഹാബാക്കൾ പറഞ്ഞു, ഇല്ല, ആ ഉമ്മാക്ക് അതിനൊരിക്കലും സാധ്യമല്ല. അത്രമേൽ സ്നേഹത്തിന്റെ സമ്പന്നയായ ആ ഉമ്മാക്ക് എങ്ങനെയാണ് റസൂലെ അതിന് സാധിക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുക്കുന്ന മറുപടി, ആ ഉമ്മക്ക് ആ കുട്ടിയോട് എത്ര സ്നേഹമുണ്ടോ, ആ സ്നേഹം എന്ന് പറയുന്നത് നിങ്ങളുടെ റബ്ബിന് നിങ്ങളോടുള്ള സ്നേഹത്തിന്റെ 70% ഭാഗമാണ്. ഞാൻ പറഞ്ഞു വന്നത്, അത്രയും നമ്മുടെ റബ്ബിന് നമ്മളെ ഇഷ്ടമാണ്, അത്രയും നമ്മളോട് സ്നേഹമാണ്. നമ്മൾ പടച്ച റബ്ബിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മുടെ ആഗ്രഹങ്ങളുടെ കൂടെ പോയ പകന്നകന്നു പോയി. ഒരു ഉമ്മയെ അനുസരിക്കാത്ത മകൻ, ഒരു ഉമ്മയെ എപ്പോഴും ചീത്ത പറഞ്ഞുകൊണ്ടിരുന്ന മകൻ, ആ ഉമ്മയോട് തിരിച്ച്, ഉമ്മ എനിക്ക് തെറ്റുപറ്റിപ്പോയിട്ടോ, ഉമ്മ ഞാൻ അറിവില്ല എന്നുകൊണ്ട് ചെയ്തതായിരുന്നട്ടോ, ഉമ്മ എന്നോട് വെറുക്കരുതട്ടോ, ഉമ്മ എനിക്ക് പുറത്തരുന്നട്ടോ എന്ന് ആ കുട്ടി ഉമ്മയിലേക്ക് തിരിച്ചു വന്ന് പറയുമ്പോൾ ആ ഉമ്മാക്കുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ വിളിച്ച് പറയുന്ന ഒരു വർത്തമാനമുണ്ട്. ഖുൽ യാ ഇബാദി, എന്റെ അടിമകളെ എന്നാണ് വിളിക്കുന്നത്. നിങ്ങൾ എന്റെ അടിമകളാണ്. റസൂലുള്ളാഹി ഉപമനോഹരമായിട്ട് പറയുന്നത്, ഒരാൾ ഒട്ടകപ്പുറത്ത് യാത്ര പോകുന്നു. അയാളുടെ യാത്രക്ക് വേണ്ട എല്ലാ സാമഗ്രികളും വസ്തുക്കളും ഭക്ഷണവും വെള്ളവും എല്ലാം ആ ഒട്ടകപ്പുറത്താണ്. അയാൾ മരച്ചുവട്ടിൽ കിടന്നുറങ്ങുന്നു. ഉറക്കം എഴുന്നേൽക്കുമ്പോൾ അയാൾ ആകെ പരിഭ്രമിക്കുന്നു. തൻ്റെ ഒട്ടകത്തെ കാണുന്നില്ല. ഒട്ടകത്തെ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ മരുഭൂമിയാണ്, GPS-ഉം ഗൂഗിൾ മാപ്പും ഒന്നുമുള്ള കാലഘട്ടമല്ല. അയാൾക്ക് ഇനി എവിടേക്കാണ് പോകേണ്ടത് എന്ന് പോലും അറിയില്ല. ഏറെ അവശനായി അദ്ദേഹം തൻ്റെ ഒട്ടകത്തെ തിരയുന്നു. തിരിച്ചു വീണ്ടും ആ മരച്ചൂട്ടിലേക്ക് വന്ന് കിടന്നുറങ്ങുന്നു. മരിക്കുമെന്ന് അദ്ദേഹത്തിന് ബോധ്യമാകുന്നു. വീണ്ടും കണ്ണു തുറക്കുമ്പോൾ അദ്ദേഹത്തിന് ഒട്ടകത്തെ തിരിച്ചു കിട്ടുന്നു. ആ സന്തോഷത്തിന്റെ പാരാമര്യത്തിൽ അദ്ദേഹം പറയുന്ന വർത്തമാനമുണ്ട്, അല്ലാഹുമ്മ അൻത റബ്ബി അല്ലാഹുമ്മ അൻത അബ്ദി വഅന റബ്ബുക്. അല്ലാഹുവേ, ഞാൻ നിന്റെ റബ്ബാണ്, നീ എന്റെ അടിമയാണ്. ടങ് സ്ലിപ്പാണ്, നാവ് വഴുതിപ്പോയതാ, സന്തോഷം കൊണ്ട് പറഞ്ഞ വർത്തമാനം മാറിപ്പോയതാ. റസൂലുള്ളാഹി പറയുന്നത്, നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന തെറ്റാണ് എന്ന് തിരിച്ചറിയുന്ന നിമിഷം, അള്ളാഹുവിന്റെ സ്നേഹം എനിക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന ഭയം നമ്മിൽ ഉണ്ടാകുന്ന നിമിഷം, അള്ളാഹുവേ എനിക്കു നിന്റെ സ്നേഹമാണ് വലുത് എന്നു പ്രഖ്യാപിച്ച് എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ താല്പര്യങ്ങളെക്കാളും എനിക്കു പ്രിയം നീയാണ് എന്ന് പ്രഖ്യാപിച്ച് പടച്ച റബ്ബിങ്കലേക്ക് നമ്മൾ മടങ്ങുമ്പോൾ
ആ മനുഷ്യനുണ്ടായ സന്തോഷത്തെക്കാളും വലിയ സന്തോഷം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നമ്മുടെ മടക്കം കൊണ്ടുണ്ടാകുമെന്നാണ് ആ റബ്ബ് നമ്മളോട് പറയുന്ന വർത്തമാനം. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം. അല്ലാഹു വിളിക്കുന്നത് യാ ഇബാദി, നിങ്ങളെ ആഗ്രഹങ്ങളുടെ അടിമയല്ല കേട്ടോ, നിങ്ങൾ സമൂഹത്തിന്റെ അടിമയല്ല, നിങ്ങൾ ഇവിടുത്തെ കുറെ ട്രെൻഡുകളുടെ അടിമകളല്ല, നിങ്ങൾ എൻ്റെ അടിമകളാണ്. അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തത്തോട് നിങ്ങൾ അസ്റഫു, നിങ്ങൾ മുങ്ങിക്കുളിച്ചു പോയിണ്ടാവും. നിങ്ങളുടെ തിന്മകൾ നിങ്ങൾ 10,000 വട്ടം ആവർത്തിച്ചു പോയിട്ടുണ്ടാവും. ഇനി ഇല്ല എന്ന് പലതവണ പറഞ്ഞ് പിന്നെയും 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 നിങ്ങൾ വീണു പോയിട്ടുണ്ടാകും. അള്ളാഹുവിന്റെ വർത്തമാനം, ലാ തഖ്നതു, നിങ്ങൾ സങ്കടപ്പെടണ്ട, നിങ്ങൾ നിരാശപ്പെടണ്ട, ഞാൻ നിങ്ങൾക്ക് പുറത്തു തരില്ല എന്ന് നിങ്ങൾ കരുതേണ്ടതില്ല. എന്റെ സ്നേഹം നിങ്ങൾക്ക് നഷ്ടമാകുമെന്ന് നിങ്ങൾ സങ്കടപ്പെടേണ്ടതില്ല. എന്റെ കാരുണ്യം നിങ്ങൾക്ക് തടയപ്പെടുമെന്ന് നിങ്ങൾ വേവലാതിപ്പെടേണ്ടതില്ല. ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അല്ലാഹു ജമീഅ, മുഴുവൻ, ഫുൾ, അത് 1 മില്യൺ കണക്കിനുണ്ടായിക്കോട്ടെ, ബില്യൺ കണക്കിനുണ്ടായിക്കോട്ടെ, ട്രില്യൺ കണക്കിനുണ്ടായിക്കോട്ടെ, എത്ര പാപങ്ങൾ നമ്മൾക്കുണ്ടെങ്കിലും ആ പാപങ്ങളെല്ലാം പുറത്തു തരാൻ മാത്രം വിശാലമാണ് പടച്ച റബ്ബിന്റെ റഹ്മത്ത് എന്ന് പറയുന്നത്. ആ റഹ്മത്തിലേക്കൊന്ന് തിരിച്ചു മടങ്ങാൻ നമ്മൾക്ക് പറ്റുമോ എന്നതാണ് ചോദ്യം. അതിനാത്മാർത്ഥമായി കഴിയണേ എന്നതാണ് പ്രാർത്ഥന. നമ്മുടെ മുമ്പിൽ പടച്ച റബ്ബിന്റെ വാതിൽ അടഞ്ഞിട്ടില്ല. ദ ഡോർ നെവർ ക്ലോസ്ഡ്. അള്ളാഹുവിന്റെ തൗബയുടെ വാതിൽ അടഞ്ഞിട്ടില്ല. നമ്മുടെ ഇടനെഞ്ചിലേക്ക് നമ്മളിങ്ങനെ തൊട്ടു നോക്കിയാൽ ഇവിടെ ഒരു പൾസ് കാണാം. ആ പൾസിന്റെ അർത്ഥം നമ്മൾക്ക് ഇനിയും മടങ്ങാൻ സമയമുണ്ട് എന്നാണ്. നമ്മുടെ മടങ്ങി വരവ് അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തിരിക്കുന്നുണ്ട് എന്നാണ്. നമ്മൾ നമ്മുടെ ഇന്നലകളെ കുറിച്ച് ആവലാതിപ്പെടേണ്ടതില്ല. നമ്മൾ വിചാരിക്കുന്നുണ്ടാവും, എനിക്കിനി ഒരു മോചനമില്ല, ഞാൻ ഇങ്ങനെ കഴിഞ്ഞു പോകും, എൻ്റെ ജീവിതം ഇനി വല്ലാതെ ദുഃഖഭാരത്തിൽ കടന്നു പോകും, എൻ്റെ ജീവിതമാകെ മുറിഞ്ഞു പോയിട്ടുണ്ട്, ഞാനാകെ ബ്രേക്ക് ആയിട്ടുണ്ട്, ഞാനാകെ ബ്രോക്കൺ ആയി പോയിട്ടുണ്ട്, എന്തും നമ്മൾക്ക് പറയാം. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു നമ്മോട് പറയുന്നത്, യു ആർ നോട്ട് യുവർ മിസ്റ്റേക്സ്, നിങ്ങൾ നിങ്ങളുടെ തെറ്റുകളല്ല. യുവർ സിൻ ഈസ് നോട്ട് യുവർ നെയിം, നിങ്ങളുടെ പാപം നിങ്ങളുടെ നാമമല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ പാപം ഒരു ജയിലായി നിങ്ങൾക്ക് അനുഭവപ്പെടേണ്ടതില്ല. യുവർ മിസ്റ്റേക്ക് ഈസ് നോട്ട് യുവർ ഫൈനൽ ചാപ്റ്റർ. നിങ്ങൾ ആത്മാർത്ഥമായി മനസ്സിലാക്കണം, എല്ലാവരും വീണു പോയിട്ടുണ്ട്, എല്ലാവർക്കും വീഴ്ചകൾ സംഭവിച്ചു പോയിട്ടുണ്ട്, എല്ലാവർക്കും പോരായ്മകൾ സംഭവിച്ചു പോയിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു തബൂക്കിലേക്ക് സ്വഹാബാക്കൾ പുറപ്പെട്ടപ്പോ പോകാതിരുന്ന സ്വഹാബാക്കൾ പ്രമുഖരായ കുറച്ചു പേരിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. എല്ലാവരും പുറപ്പെട്ടു. അദ്ദേഹം നാളെ പോകാം, പിന്നെ പോകാം എന്ന് വിചാരിച്ച് പോയില്ല. പക്ഷേ ആ യുദ്ധത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്ത അദ്ദേഹം പിന്നീട് പ്രവാചകൻ തിരിച്ചു വരുമ്പോ തന്റെ കാരണം പറയുന്നു, പ്രവാചകരെ വരണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ എന്തുകൊണ്ടോ എനിക്ക് പറ്റിയില്ല, ന്യായമല്ലാത്ത കാരണമായതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ വിഷയത്തിൽ അള്ളാഹുവിന്റെ വിധി വരട്ടെ എന്ന് വിചാരിക്കുന്നു. സ്വഹാബാക്കളോട് അദ്ദേഹത്തോട് സംസാരിക്കരുത് എന്ന് പറയുന്നു. പ്രവാചകൻ പോലും സംസാരിക്കാതിരിക്കുന്നു. തന്റെ ഭാര്യ പോലും വിട്ടുനിൽക്കുന്നു. 50 ദിവസം അദ്ദേഹം പറയുന്നത്, എനിക്ക് വിശാലമായ ഭൂമി ഇടുങ്ങിയ പോലെ തോന്നി, ഞാൻ ഐസൊലേറ്റ് ആയപ്പോൾ എനിക്ക് അനുഭവപ്പെട്ടു, ആരും എന്നോട് മിണ്ടുന്നില്ല, ആരും എന്നോട് സംസാരിക്കുന്നില്ല, ആരും എൻ്റെ മുഖത്തേക്ക് നോക്കുന്നില്ല. ഞാൻ ജീവനായി സ്നേഹിച്ച റസൂലുള്ളാഹി പോലും എൻ്റെ സലാമിന് ഞാൻ കേൾക്കുന്ന തരത്തിൽ മറുപടി പോലും എനിക്ക് പറഞ്ഞു തന്നില്ല. പറഞ്ഞു വന്നത്, അദ്ദേഹത്തിന്റെ വിഷയത്തിൽ വിശുദ്ധ ഖുർആന്റെ ആയത്തിറങ്ങുന്നു, അള്ളാഹു അദ്ദേഹത്തിന്റെ തൗബ സ്വീകരിക്കുന്നു, അദ്ദേഹം സന്തോഷത്തിന്റെ ഒരു വല്ലാത്ത ആനന്ദമായ അവസ്ഥയിലേക്ക് കടന്നു പോകുന്നു. ഞാൻ പറഞ്ഞു വന്നത്, എല്ലാവർക്കും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വ്യത്യസ്തമായ രൂപത്തിൽ പലർക്കും തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ട്. പക്ഷേ നമ്മൾ തൗബ ചെയ്താൽ അള്ളാഹു നമ്മുടെ തൗബ സ്വീകരിക്കും. തൗബ എന്ന് പറഞ്ഞാൽ അത് മടക്കമാണ്, ഇനി ഇല്ല എന്ന ആവർത്തനമാണ്. എങ്ങനെ മടങ്ങാമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടാകാം. അതിന് നമ്മുടെ മുമ്പിൽ കുറെ മാർഗമുണ്ട്. പക്ഷെ അതിന് മുമ്പ് മനസ്സിലാക്കേണ്ട വിഷയം, നമ്മൾക്ക് എന്ത് അള്ളാഹുവിന് വേണ്ടി നമ്മൾ ഉപേക്ഷിച്ചാലും, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി നമ്മൾ എന്തൊഴിവാക്കിയാലും അള്ളാഹു നമ്മൾക്ക് അതിന് പകരം മികച്ചത് തരും. നിങ്ങൾക്കറിയുമോ അബൂ സലമ എന്ന് പറയുന്ന സ്വഹാബിയെ കുറിച്ച്? ഇസ്ലാമിൽ ആദ്യമായി യസ്രിബിലേക്ക് ഹിജ്റ പോകുന്ന സ്വഹാബി വര്യൻ, അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും അദ്ദേഹത്തിന്റെ മകനും ഹിജ്റ പോകുന്നു. ആ 3 പേരും പോകുന്ന യാത്രയിൽ വഴിമധ്യേ അബൂസലമയുടെയും ഉമ്മുസലമയുടെയും കുടുംബക്കാർ വരുന്നു. അബൂസലമയുടെ കുടുംബക്കാർ അദ്ദേഹത്തിന്റെ മകനെ കൊണ്ടുപോകുന്നു, ഉമ്മുസലമയുടെ കുടുംബക്കാർ ഉമ്മുസലമയെ കൊണ്ടുപോകുന്നു.
അബൂ സലമയെ മാത്രം റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ മാത്രം അവർ മദീനയിലേക്ക് കടത്തിവിടുന്നു. പിന്നീട് സംഭവിക്കുന്നത് വിശാലമായ ചരിത്രമാണ്. ഈ ഉമ്മു സലമയും തന്റെ മകനും ദിവസവും അവരെ വേർപ്പെടുത്തി സ്ഥലത്തേക്ക് ദിവസവും കടന്നു വരും. അവർ പരസ്പരം ദിവസവും വാരിപ്പുണരും. ഇത് മാസങ്ങളോളം ആവർത്തിച്ചു. ഇത് കണ്ടു നിൽക്കുന്ന കുടുംബക്കാർക്ക് വല്ലാത്ത സങ്കടം തോന്നി. അവർ ഇവരെ രണ്ടുപേരെയും മദീനയിലേക്ക് പോകാൻ വേണ്ടി അനുവദിച്ചു. പിന്നീട് ഒരു യുദ്ധത്തിൽ അബൂ സലമ റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നു. അവിടെ നിന്ന് മഹദി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ഇജ്റുനി ഫീ മുസീബതി വഖ്ലിഫ് ലി ഖൈറൻ മിൻഹാ. അല്ലാഹുവേ, എനിക്ക് ബാധിച്ച ഈ പരീക്ഷണത്തിന് നീ എനിക്ക് പ്രതിഫലം നൽകണേ. നഷ്ടമായതിനേക്കാളും മികച്ചത് എനിക്ക് പകരം നൽകണേ. അതിവിശാലമായ അതിസുന്ദരമായ ദാമ്പത്യമാണ് അബൂ സലമയും ഉമ്മു സലമയും തമ്മിലുള്ളത്. ആ അബൂ സലമക്ക് പകരം ഇനി ആരാണ് സ്വഹാബാക്കളുടെ കൂട്ടത്തിലുള്ളത്? അതെ, അബൂ സലമക്ക് പകരമായി ഉമ്മു സലമ റളിയല്ലാഹു അൻഹയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നിങ്ങൾ എത്ര വലിയ പ്രണയബന്ധത്തിലായിക്കോട്ടെ, നിങ്ങളുടെ പ്രണയം എത്രയോ വലിയ മധുരമായ വർത്തമാനങ്ങളോ വലിയ സാഹിത്യമോ വലിയ നിങ്ങൾക്ക് എന്തൊക്കെ അനശ്വരമായ ബന്ധങ്ങളോ ആയിക്കോട്ടെ, അല്ലാഹുവേ, നിന്റെ തൃപ്തിക്ക് അർഹമല്ല എന്ന് എനിക്കറിയാം. നിന്റെ ബർക്കത്ത് ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. നിന്റെ മവദ്ദത്തും റഹ്മത്തും ഇല്ലാതെ ഈ കുടുംബ ബന്ധം ഞാൻ ആരംഭിച്ചാൽ അതെനിക്ക് സങ്കടം മാത്രമേ ഉണ്ടാക്കൂ എന്ന് എനിക്കറിയാം. ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, ഞാൻ താല്പര്യപ്പെട്ടിട്ടുണ്ട്, ഞാൻ ഒരുപാട് തവണ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ തെറ്റാണെന്ന് മനസ്സിലാക്കുന്നു റബ്ബേ. നിന്റെ പ്രതിഫലം ഞാൻ ആഗ്രഹിക്കുന്നു റബ്ബേ. നീ എനിക്ക് നൽകുന്ന നല്ല ജീവിതത്തെ ഞാൻ പ്രതീക്ഷിക്കുന്നു റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു ഇജ്റുനി ഫീ മുസീബതി വഖ്ലിഫ് ലി ഖൈറൻ മിൻഹാ എന്ന് പ്രാർത്ഥിച്ചാൽ വേദനകൾ ഉണ്ടാകും, ശരി, ഡിപ്രഷൻ ഉണ്ടാകും, ശരി, കുറ്റപ്പെടുത്തൽ ഉണ്ടാകും, ശരി, കളിയാക്കുണ്ടാകും, ശരി. പക്ഷേ അതിന്റെ എല്ലാം അറ്റത്ത് അള്ളാഹു നമ്മൾക്ക് നല്ല ഒന്നിനെ പകരം നൽകുമെന്ന് വിശുദ്ധ ഖുർആനും ഹദീസുകൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി നമ്മുടെ തിന്മകൾ അവസാനിപ്പിക്കാൻ നമ്മൾക്ക് പറ്റുമോ എന്നാണ് ചോദ്യം. ലിവിങ് ഹറാം ഈസ് ലോസ്. നമ്മൾ ഹറാം ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് നഷ്ടമായ കാര്യമല്ല, മറിച്ച് അതൊരു ഹോണറിന്റെ ബിഗിനിങ് ആണ്, അതൊരു പീസ് ഓഫ് ലൈഫിന്റെ ബിഗിനിങ് ആണ്, അത് നമ്മുടെ റിയൽ വേർത്തിന്റെ ബിഗിനിങ് ആണ് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി ഞാൻ ഉപേക്ഷിക്കുന്നു എന്ന് പറയാൻ നമ്മൾക്ക് പറ്റുമോ എന്നതാണ് ചോദ്യം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എങ്ങനെയാണ് ഒരു പുതിയ ജീവിതം ആരംഭിക്കുക എന്ന് ചോദിക്കുന്നവർക്ക് മുമ്പിൽ വിശുദ്ധ ഖുർആനും ഹദീസുകളും മുമ്പോട്ട് വെക്കുന്ന മറുപടികൾ 3 ഭാഗമാണ്. തൗബ എന്ന് പറഞ്ഞാൽ അന്നദ്മു അലൽ മാദി, കഴിഞ്ഞു പോയതിനെ പറ്റി അതീവമായ ദുഃഖമുണ്ടാവുക, അതിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കുക, അതിലേക്ക് ഇനി ഒരിക്കലും മടങ്ങുകയില്ല എന്ന നിശ്ചയദാർഢ്യം ഉണ്ടാവുക. ഇതിനാണ് തൗബ എന്ന് പറയുന്നത്. തൗബക്ക് 3 കണ്ടീഷനാണ്. ഒന്ന് എന്ന് പറയുന്നത് നമ്മൾക്ക് റിഗ്രറ്റ് തോന്നണം എന്നുള്ളതാണ്. ചെയ്തു പോയത് പാപമാണ്, തെറ്റാണ്, ഗുരുതരമായ തിന്മയാണ്, ഇതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്, എന്റെ ന്യായീകരണങ്ങൾ കൊണ്ടോ എനിക്ക് വലിയ സിൻസിയാരിറ്റി ഉള്ളത് കൊണ്ടോ ഇതൊരിക്കലും ഹലാലാവുകയില്ല എന്ന തിരിച്ചറിവുണ്ടാവലാണ്. അത് കണ്ണുകൊണ്ട് പാപങ്ങളാണെങ്കിലും നാവുകൾ കൊണ്ട് പറഞ്ഞ വർത്തമാനങ്ങളാണെങ്കിലും ഏത് രൂപത്തിൽ നമുക്ക് സംഭവിച്ചു പോയ പാപങ്ങളാണെങ്കിലും ശരി, അത് തിന്മയായിരുന്നു എന്ന പൂർണ്ണമായ ബോധ്യവും പാടില്ലാത്തതായിരുന്നു എന്ന റിഗ്രറ്റും ഉണ്ടാവുക എന്നതാണ്. രണ്ടാമത്തേത് അത് പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തത് ഇനി അതിലേക്ക് ഒരിക്കലും മടങ്ങുകയില്ല എന്ന പ്രഖ്യാപനം ഉണ്ടാകലാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വഇന്നീ ലഅഫാറുൻ, ഞാൻ ഏറെ പുറത്തു തരും, ഞാൻ ഫുള്ള് പുറത്തു തരും. ലിമൻ താബ, ആരാണോ തൗബ ചെയ്യുന്നത്, വആമന, വിശ്വസിക്കുന്നത്, വഅമില സ്വാലിഹൻ, സൽക്കർമ്മം പ്രവർത്തിക്കുന്നത്, സുമ്മഹ്തദ, പിന്നെ നേരായ മാർഗം നിലകൊള്ളുന്നത്. അള്ളാഹുലേക്ക് തൗബ ചെയ്ത് പിന്നെ റബ്ബിൽ അള്ളാഹു എനിക്ക് പകരം നൽകുമെന്ന് വിശ്വസിച്ച് അള്ളാഹുവിനെ ജീവിത പിന്നീട് സൽക്കർമ്മങ്ങളുടെ മുന്നോട്ട് പോയി ഇനി ഒരിക്കലും ആ പാപത്തിലേക്ക് തിരിച്ചില്ല എന്ന് പ്രഖ്യാപിച്ചു പോയാൽ അള്ളാഹുവിന്റെ വർത്തമാനം ഞാൻ മുഴുവൻ പുറത്തു തരും, ഞാൻ ഫുള്ള് പുറത്തു തരും. നിങ്ങളുടെ ജീവിതത്തിന്റെ പഴയ നഷ്ടപ്പെട്ടു പോയ എല്ലാ തേജസ്സിനെയും ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരും, നിങ്ങൾക്ക് സന്തോഷം ഞാൻ തിരിച്ചു തരും. ഞാൻ പറഞ്ഞു വന്നത് ആ റബ്ബ് നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അല്ലാഹു പറയുന്ന വർത്തമാനം, ഇന്നക്കും തുഖ്തിഊന ബില്ലൈലി വന്നഹാർ, നിങ്ങൾ രാത്രിയിലും പകലിലും തെറ്റ് ചെയ്യുന്നുണ്ട്. വാന അഗ്ഫിറു ദുനൂബ ജമിയ, പക്ഷെ ഞാൻ ഫുള്ള് പുറത്തുതരും. നമുക്ക് നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റുമോ? നമ്മൾ കൊണ്ടു നടന്ന ബന്ധങ്ങൾ കൊണ്ട് നമ്മുടെ നമസ്കാരങ്ങൾ അശ്രദ്ധമായിട്ടില്ല എന്ന്? നമ്മൾ കൊണ്ടു നടന്ന ബന്ധങ്ങൾ കൊണ്ട് നമ്മുടെ സമയം നമ്മൾക്ക് നഷ്ടമായിട്ടില്ല എന്ന്? നമ്മൾ കൊണ്ടു നടന്ന ബന്ധങ്ങൾ കൊണ്ട് അള്ളാഹുവിന്റെ ദീനു പഠിക്കേണ്ട സമയങ്ങളും
അതിനു വേണ്ട മറ്റു കാര്യങ്ങളുമൊന്നും നമ്മൾക്ക് നഷ്ടമായിട്ടില്ല എന്ന്, അള്ളാഹുവിൻ്റെ സ്നേഹം നമ്മൾക്ക് മേൽ കുറഞ്ഞു പോയിട്ടില്ല എന്ന്, അത് കുറഞ്ഞു പോകാൻ, എൻ്റെ ദീൻ എനിക്ക് നഷ്ടമാകാൻ ഈ ബന്ധങ്ങളും ശീലങ്ങളും എനിക്ക് കാരണമായിട്ടില്ല എന്ന് നമ്മൾക്ക് ന്യായീകരണങ്ങളൊന്നും ഉണ്ടാകണമെന്നില്ല. പക്ഷെ പറഞ്ഞു വരുന്നത്, ഈ പ്രോഗ്രാം കൊണ്ട് നിന്റെ സംഘാടകർ ആഗ്രഹിക്കുന്നത് ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ, നിങ്ങളുടെ വീടുകളിലെ ക്യാമ്പസുകളിലേക്ക് പോകുമ്പോൾ ഒരു പുതിയ തീരുമാനത്തോടു കൂടി പോകാൻ പറ്റുമോ എന്നതാണ് ചോദ്യം. അതിന് അള്ളാഹു സഹായിക്കും എന്നതാണ് വിശുദ്ധ ഖുർആനും ഹദീസും നമ്മുടെ മുമ്പിൽ വെക്കുന്ന ഗ്യാരണ്ടി എന്ന് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു ആയത്ത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു, വല്ലാഹു യുരീദു അയ്യതൂബ അലൈക്കും. അള്ളാഹു നിങ്ങളുടെ തൗബ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നു. അള്ള വെയിറ്റിംഗ് ആണ്, അള്ള കാത്തിരിക്കുകയാണ്. നാളെ മാറാമെന്ന് പറയരുത്. നാളെ നമ്മൾ ഉണ്ടാകുമോ എന്ന് നമ്മൾക്കറിയില്ല. അള്ളാഹുവെ മാറുന്നു, നിർത്തുന്നു, അവസാനിപ്പിക്കുന്നു, ബ്ലോക്ക് ചെയ്യുന്നു, ഡിലീറ്റ് ചെയ്യുന്നു, മായ്ച്ചു കളയുന്നു. ഇനി എനിക്കങ്ങനെ ഒന്നില്ല. ഞാൻ നിന്റെ തീരുമാനത്തിനും നിന്റെ ഇഷ്ടത്തിനും നിന്റെ തൃപ്തിക്കും നിന്റെ പ്രീതിക്കും മുന്നോട്ട് പോകുമെന്ന് പ്രഖ്യാപിക്കാൻ നമ്മൾ ഉണ്ടാകുമോ എന്നതാണ് ചോദ്യം. നമ്മൾ ഉണ്ടാകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക്, അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക്, അള്ളാഹുവിൻ്റെ സ്നേഹത്തിലേക്ക് ഒരുമിച്ച് മുന്നേറാൻ കഴിയുന്ന ഒരു വലിയ സംഘമായി അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു സംഘത്തെ പരിവർത്തിപ്പിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും അസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി